ഹായ്. അപ്പോഴേ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഞങ്ങൾ നട്ട കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട കാര്യം അറിയാമല്ലോ. അപ്പോൾ അതിലൊക്കെ കുറച്ചൊക്കെ ഫ്ലോപ്പായിപ്പോയി. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറ് ആ ഹീറ്റ് വേവിൻ്റെ സമയത്ത് കുറച്ച് ഡള്ളായിപ്പോയി. ആ സമയത്തൊക്കെ ആയിരുന്നു നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. സോ അത് ശരിക്കും ഒരു നോട്ടം അങ്ങോട്ട് കിട്ടിയില്ല. അതുപോലെ തക്കാളികൾ നട്ടിരുന്നത് നമ്മുടെ കോഴിക്കോടിനോട് ചേർന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങോട്ട് അങ്ങോട്ട് ചാഞ്ഞ് ഒക്കെയാണ് അങ്ങ് വളർന്നു വന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് തിരക്ക് കാരണം അങ്ങോട്ടും അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം ഈ കോഴിക്കോടിൻ്റെ വല എന്ന് പറയുന്നത് ഇച്ചിരി ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ആ ഗ്യാപ്പിൽ കൂടെ തലയിട്ടിട്ട് നമ്മുടെ തക്കാളി മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ കൊത്തി തിന്നു. ഇല കുറേ കൊത്തി തിന്നു, അത് കുഴപ്പമില്ല. പിന്നെ കായൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറേ കൊത്തി തിന്നേ. അപ്പം നമുക്ക് വലിയ കാര്യമായിട്ട് തക്കാളി കിട്ടിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും കിട്ടിയേ. ഇത് 3-4 ദിവസമൊക്കെ ആയിട്ട് ഞാൻ പറിച്ചു വെച്ചതാണ് കേട്ടോ. കുഞ്ഞ് ചെറുതക്കാളി ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ചെറുതക്കാളി ഒന്നും ഇവിടെ ഒരുപാട് അങ്ങനെ തിന്നുന്ന ഒരു ശീലമില്ല. ഈവൻ സലാഡ്സിലിട്ടാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യണേന്ന് വെച്ചാൽ, നമ്മുടെ ഈ തക്കാളി എല്ലാം കൂടി ഇത് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. അതങ്ങ് ചീത്തയായിപ്പോവും. സോ വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ പനീർ കറി ഉണ്ടാക്കാനുള്ള മക്കിനി ഗ്രേവി ഉണ്ടാക്കില്ലേ, അതുണ്ടാക്കി ഞാൻ ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ്. അങ്ങനെ മക്കിനി ഗ്രേവി ഉണ്ടാക്കി വെക്കാം. ടൊമാറ്റോസ് വേസ്റ്റ് ആയി പോവുകയല്ല, നമുക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ മുഴുവൻ ചീത്തയായിപ്പോവും. സോ ഞാൻ ഇന്ന് അതുണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 കിലോയോളം തക്കാളി ഉണ്ട്. അപ്പോൾ ആ 1.5 കിലോ തക്കാളിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഇതുപോലത്തെ 3 സവാളയാണ്. കണ്ടോ, ഇത് മക്കിനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മൾ തക്കാളി ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒനിയൻസും കൂടെ ഇട്ടിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. സോ ഈ 3 തക്കാളിയല്ല 3 സവാള മതിയാവും കേട്ടോ. അപ്പം നമുക്കിത് പൊളിച്ചെടുത്ത് അതും കൂടെ കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുന്നത്. ടുട്ടുമോളെ, എടി കുഞ്ഞ് എടീറ്റും നോക്കാവോ? ടുട്ടുവിന് സമ്മർ ഹോളിഡേസ് ആയത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു സഹായത്തിന് ആളുണ്ട്. അല്ലെങ്കിൽ ഇമ്മാതിരി പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ. സോ നമ്മുടെ ഓണിയൻസ് കഴുകി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം. ഓക്കെ, ഇഷ്ടമില്ലാത്ത കാര്യമായി സവാള അരിയുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറിയാലുണ്ടല്ലോ അമ്മായിമ്മ ഭയങ്കര കുശുമ്പി ആയിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ അമ്മായിമ്മ ഒരു പഞ്ചപാവമാണ്, അതുകൊണ്ട് അത് സത്യമല്ല. ഇനി അത് ആരും വിശ്വസിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിക്കകത്ത് ടുട്ടുവിൻ്റെ കയ്യിലൊന്നും നിന്നില്ല. ആശാത്തി എഴുന്നേറ്റ് നല്ല കരച്ചിൽ തുടങ്ങി. പേടിച്ചു പോയി. ഇട്ടിട്ട് പോയോ നോട്ട് പോയി അല്ലേ, ഇട്ടിട്ട് പോയോ നോട്ടോ. ഇനിയിപ്പോൾ ഓർഡർ ചെയ്യുന്നു. മക്കിനി പോയിട്ട് ഒരു ചായ എടുക്കാൻ പോലും നടക്കുകയല്ല. ഇനിയിപ്പോൾ കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കിയിട്ട് ബാക്കി കല പരിപാടിയായിട്ട് നടക്കത്തുള്ളൂ അല്ലേ. ആ അമ്മയുടെ തക്കര മുന്നോടി. അപ്പം ഇനി ഇവളെ ഒന്ന് സെറ്റിലാക്കാനുള്ള പണി നോക്കിയിട്ട് മക്കിനിയും കിക്കിനിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 2 കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 കഷ്ണം ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും. പിന്നെ ഇതുണ്ടല്ലോ, ഒരു പിടി കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത്രയും സാധനങ്ങളെല്ലാം കൂടി അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നല്ലതാണ്. ഒരു 2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. കാരണം തക്കാളിയിലെ വെള്ളം കുക്കറിലോട്ട് ഇറങ്ങും കേട്ടോ. അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണേ. കണ്ടോ, വേവിച്ച് വന്ന് കഴിയുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം വന്നത് കണ്ടോ. ഇനി ഇത് തണുക്കാൻ വെക്കും. ഇത് കണ്ടോ, അപ്പം നമ്മുടെ മക്കിനി ഗ്രേവി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാനിത് മുഴുവൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ മക്കിനി ഗ്രേവി. നോക്കി, ഇനി ഇത് ഞാൻ ഓരോ കറിക്ക് വേണ്ടിയുള്ളത് ഓരോ സിപ്ലോ കവറിലാക്കി ഫ്രീസ് ചെയ്തെടുത്ത് വെക്കാൻ പോവാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ തക്കാളി ഒരെണ്ണം പോലും വേസ്റ്റ് ആയതുമില്ല. ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ പനീർ കറി ഉണ്ടാക്കുകയും ചെയ്യാവേ. ഇതേണ്ട കൊച്ചു കരയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. സിപ്ലോ കവറിലെടുത്ത് കാണിക്കുന്നില്ല. ബൈ.